നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവിക വാക്തത്വമായ കനാൻ ദേശം മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച ചിലരുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വമായിരുന്നു, നിന്റെ സന്തതിക്ക് ഞാൻ സ്വന്തമായ രാജ്യം നൽകും. അവർ അതിനുവേണ്ടി 400 വർഷം ഈജിപ്തിൽ അടിമത്തം അനുഭവിച്ചു. 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. അതിനൊടുവിൽ കനാൻ ദേശത്തിൻ്റെ അരികിൽ യോർദാൻ്റെ തീരത്തിൽ വെച്ച് 12 ഗോത്രങ്ങൾ 2.5 ഗോത്രക്കാർ, വ്യക്തമായി പറഞ്ഞാൽ രൂബേന്യർ, ഗാദ്യർ, മനശ്ശയുടെ പാതിഗോത്രം, അവർ ആടുമാടുകൾ ഏറെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ലതെന്ന് തോന്നിയത് യോർദാൻ്റെ അക്കരെയുള്ള വാഗ്ദത്ത ഭൂമിയല്ലായിരുന്നു, യോർദാൻ്റെ ഇക്കരെയുള്ള ദേശമായിരുന്നു. അവരത് അവകാശമായി തിരഞ്ഞെടുത്തു. അവർ അതിനുവേണ്ടി മരുഭൂമി അതിജീവിച്ചവരാണ്, ഈജിപ്ത് വിട്ടിറങ്ങിയവരാണ്. എന്തിനധികം സ്വന്തം സഹോദരങ്ങൾക്ക് കനാൻ ദേശം അവകാശമാക്കി കൊടുക്കാൻ അവരുടെ കൂടെ യുദ്ധം ചെയ്ത ജനമാണ്. ചരിത്രം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവ് ഭൂമിയിൽ മെസ്സിയായി അവതരിച്ച് തൻ്റെ ശുശ്രൂഷ വേളയിൽ ഗദരദേശത്തേക്ക് പടകേറി യാത്ര ചെയ്തത് നമ്മൾ വായിക്കുന്നു. ഏതാണ് ഈ ഗദരദേശം? ഗാദ്യരുടെ ദേശമാണ് ഗദരദേശം. ആ ദേശത്ത് കർത്താവായ യേശു കടന്നു ചെല്ലുമ്പോൾ 6000 ഭൂതം ബാധിച്ച ലഗ്യോനെ കാണാൻ കഴിയുന്നു. പന്നികളെ മേയ്ക്കുന്നവരെ കാണാൻ കഴിയുന്നു. ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പച്ചപ്പുള്ള ദേശം കുറേ കാലം കഴിഞ്ഞപ്പോൾ പന്നികൾ മേയുന്ന, ഭൂതങ്ങൾ അലഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമായി അധപതിച്ചു. ദൈവത്തിൻ്റെ പ്രിയ മക്കൾ, ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യരുത്. ദൈവ ഇഷ്ടമല്ലാത്തത് തിരഞ്ഞെടുക്കരുത്. നമ്മൾ കർത്താവിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുന്നവരായി തീരട്ടെ. താൽക്കാലികമായി പച്ചപ്പുള്ളതിനെ ലക്ഷ്യം വെക്കാതെ ദൈവിക വാക്തത്വങ്ങളെ ലക്ഷ്യം വെക്കാം. ദൈവ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ണുതയേറെ ആവശ്യം. സഹിഷ്ണുതയോടെ ദൈവിക വാക്തത്വങ്ങൾക്കായി നിലകൊള്ളുക. ദൈവം നമ്മളെ അതിനായി സഹായിക്കും.